ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്വീറ്റ് മിക്സ്ചറാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് അവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ കപ്പലണ്ടി ഇതേ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്ന് എടുക്കാം. അടുത്തത് ഞാനിപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതേ നമ്മുടെ പൊട്ടുകടലും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അടുത്തതായിട്ട് ആ ഓയിലിലേക്ക് ഞാൻ അവിലിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. കുറേ നേരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് അപ്പം തന്നെ കോരിയെടുത്താൽ മാത്രം മതി. അപ്പം ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ അവിൽ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടിയും അതുപോലെ തന്നെ പൊട്ടുകടലയും അത് രണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് അതിലേക്ക് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഷുഗർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കി കഴിഞ്ഞ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ഒരു മിക്സ്ചറാണ് ഈ സ്വീറ്റ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവിൽ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്